ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. രാവിലെ ഞാൻ ഉച്ചത്തേക്കുള്ള കറി റെഡിയാക്കുന്നുണ്ട്. ഒന്നുമില്ല, പയറുലക്കിയതാണ്. പയറൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചു. അത് വേവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തേക്കാണ്. അപ്പോൾ പയർ വേവിച്ചു, സവാളയും വെളുത്തുള്ളിയും കടുക് പൊട്ടിച്ചിട്ട് സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല, മറന്നുപോയി. എല്ലാം മറവിയാണ്, അരണയാണോ എന്ന് ഡൗട്ടുണ്ട്. ഓക്കെ, ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും പയറെടുത്തിട്ട് കൊടുക്കാം. അല്ല, ഞാനിത് ആരെയല്ല പയറെടുത്ത് കൊണ്ടൊക്കെ പഠിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. പാട്ടിടുമ്പോഴത്തേക്കും കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാണ്. അതുകൊണ്ട് കോപ്പിറൈറ്റ് വരത്തില്ല. അപ്പോൾ പയറിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം. അത് മുട്ടയും സവോളയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്തേക്കുന്നതിനകത്ത് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. ഈ ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല, അതിനകത്ത് ഡേറ്റ് മാഞ്ഞു പോയി ഗൈസ്. അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇടാം. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തതാണ്. ഈ ഒരു പരുവത്തിലിട്ടു എടുത്തു. ഒക്കെ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാട്ടോ മിക്സ് ചെയ്തേക്കുന്നത്. ഉപ്പ് ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയോ നോർമൽ മല്ലിപ്പൊടിയോ ഗരം മസാല എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ ബ്രെഡെല്ലാം കൂടെ പൊതിച്ച് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരവസ്ഥയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പാക്കുക, പൊരിച്ചെടുക്കുക. വൈകുന്നേരം സ്നാക്സിൻ്റെ കൂടെ ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഇനി ഓരോന്നായിട്ട് ഇട്ട് നല്ല പോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ അവസ്ഥയിൽ അതിരിക്കുന്നത്. എന്താല്ലേ, അടുക്കളയിൽ കയറി വലിയ പരിചയമില്ലെന്നൊക്കെ കമൻറ്റ് വരുമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ അടുക്കളയിൽ കയറാറുണ്ട് ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം ഞാനെല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒന്നും അങ്ങ് സക്സസ് ആവാറില്ല. അതാണ് എൻ്റെ പ്രശ്നം. എന്നാലും അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സോസ് കൂട്ടി കഴിക്കാം ചായയുടെ കൂടെ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് കുറവൊന്നുമില്ല. ഞാനത് കഴിക്കുന്നുണ്ട്, കുറച്ചെടുത്തിട്ട് കഴിക്കുന്നുണ്ട്. ക്രിസ്പി ആകുമെന്ന് പറഞ്ഞിട്ട് വലിയ ക്രിസ്പി ഒന്നും ആയില്ല, എന്നാലും സാരമില്ല. ഓക്കെ.